പുതുവർഷത്തിൽ രാഷ്ട്രീയ കക്ഷികളുടെ പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും BJP-യുടെയും അതൊക്കെയാണല്ലോ മുഖ്യ കക്ഷികൾ നേതൃത്വം തലനാരിഴ കീറി പരിശോധിക്കപ്പെടുകയാണ്. ഇവിടെ എല്ലാം നേതൃമാറ്റം ഉണ്ടാകാനുള്ള ചെറിയ സാധ്യതയുണ്ട് പലയിടങ്ങളിലും. പ്രത്യേകിച്ച് 1.5 വർഷത്തിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. ഒരു വർഷത്തിനുള്ളിൽ പഞ്ചായത്ത് നഗരസഭാ തിരഞ്ഞെടുപ്പുകൾ വരുന്നു. അതിനു മുൻപ് തന്നെ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറെടുപ്പിലാണ്. തങ്ങളുടെ നേതൃത്വം, തങ്ങളുടെ സംഘടനാ സംവിധാനം അഴിച്ചു പണിയുന്ന തിരക്കിലാണ്. ഭാരതീയ ജനതാ പാർട്ടിയാണ് ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എത്ര കാലം കൂടി കെ സുരേന്ദ്രൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? അത് മാത്രമല്ല, നേതൃമാറ്റമുണ്ടായാൽ 15-ാം തീയതി സംഘടനാ തിരഞ്ഞെടുപ്പുകളുടെ കേളിക്കൂട്ട് ഉയരുകയാണ്. 15-ാം തീയതി മുതൽ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ പുതിയ സംസ്ഥാന അധ്യക്ഷന്മാർ ഓരോ സംസ്ഥാനത്തും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകും എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്, എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കെ സുരേന്ദ്രന്റെ നാളുകൾ അവസാനിക്കുകയാണോ? പുതിയതായി ഏതെല്ലാം പേരുകളാണ് വരുന്നത്? ആ പേരുകളിൽ ശോഭാ സുരേന്ദ്രന് എത്രത്തോളം സാധ്യതയുണ്ട്? ഇപ്പോൾ അത് സ്പെക്കുലേഷനായി തോന്നാം. പക്ഷേ ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, അതായത് തെളിയിക്കപ്പെട്ട ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സാധ്യതാപരമായ ഒരു പ്രൊജക്ഷൻസ് എന്ന ഒരു വലിയ റിസ്കിലേക്ക് ഞാൻ നീങ്ങുകയാണ്. ഞാൻ ആരുടെയും പേര് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ പൊതുവെ കേൾക്കുന്ന പേര് ശോഭാ സുരേന്ദ്രന്റെ പേരാണ്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷയായി ഒരു വനിത ആദ്യമായി വരും എന്ന ഒരു ചിന്ത ഉണ്ടാകുന്നു. ശോഭാ സുരേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമോ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ? അതിനായി ശോഭാ സുരേന്ദ്രന്റെ ക്രെഡിബിലിറ്റി പ്രോഗ്രസ് കാർഡിൽ വേണ്ട അടയാളപ്പെടുത്തലുകൾ ഉണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം സൂചന ലഭിക്കുന്നത്. കാര്യമായ സൂചനയൊന്നുമല്ല, എങ്കിലും പലപ്പോഴും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ശോഭാ സുരേന്ദ്രൻ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം ശ്രീ അമിത് ഷായുമായി, ഡൽഹിയുടെ ആഭ്യന്തരമന്ത്രി, BJP-യുടെ സമുന്നത നേതാവ് ശ്രീ അമിത് ഷായുമായി ശോഭാ സുരേന്ദ്രൻ നടത്തിയ ഒരു കൂടിക്കാഴ്ച, ഡൽഹിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒരുമിച്ചുള്ള ചിത്രങ്ങളും ഏതാനും വരികളും ആ വരികളുടെ ഇടയിലൂടെ വായിക്കുകയാണ്. അപ്പൊ തൻ്റെ കാലം വരുന്നു എന്ന ഒരു സൂചന പറയാതെ പറഞ്ഞു വെക്കുകയാണോ ശോഭാ സുരേന്ദ്രൻ? അതിനുള്ള അർഹതയുണ്ടോ? അതിനുള്ള അടിസ്ഥാനമുണ്ടോ? അതിനുള്ള സ്വീകാര്യതയുണ്ടോ? ഉണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ് BJP-യെ പിന്തുണയ്ക്കുന്നവരുടെ വലിയൊരു ഭാഗം, ഒരുപക്ഷെ ഭൂരിപക്ഷവും. കാരണം ശോഭാ സുരേന്ദ്രനോടൊപ്പം തലയെടുപ്പുള്ള സാധാരണ BJP-ക്കാർക്ക്, ഞാൻ നേതാക്കളുടെ കാര്യമല്ല പറയുന്നത്, സാധാരണ BJP അണികൾക്ക്, അംഗങ്ങൾക്ക്, പിന്തുണക്കാർക്ക് സ്വീകാര്യയായ ഒരു നേതാവില്ല. അത്രയും ചലനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവില്ല. കെ സുരേന്ദ്രനോ വി മുരളീധരനോ അല്ലെങ്കിൽ കൃഷ്ണദാസിനോ ഒന്നും കഴിയാത്ത, MT രമേശിനോ ഒന്നും കഴിയാത്ത ഒരു ജനപിന്തുണ വീണ്ടും 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 തിരഞ്ഞെടുപ്പുകളിൽ ശോഭാ സുരേന്ദ്രൻ കാട്ടിയിട്ടുണ്ട് എന്നതാണ് പ്രോഗ്രസ് കാർഡിലെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് കൺസിഡറേഷൻ. വിജയസാധ്യത ലെവലേശമില്ലാത്ത പല സീറ്റുകളിലാണ് ശോഭാ സുരേന്ദ്രനെ പരീക്ഷിച്ചത്. പാലക്കാട് മണ്ഡലം 3-ാം സ്ഥാനത്ത് നിന്ന് ഭാരതീയ ജനതാ പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016-ൽ 2-ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയത്, വോട്ട് ഷെയർ ഏതാണ്ട് ഇരട്ടിയാക്കിക്കൊണ്ട്, വിജയപ്രതീക്ഷ ഉണർത്തിക്കൊണ്ട് എത്തിയത് 2016-ലാണ്. അന്ന് തുടങ്ങിയ പടയോട്ടം. അതിന് മുൻപ് മത്സരിച്ചിട്ടുണ്ട്, പക്ഷേ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് BJP കേരള ഘടകത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ. ഒരൊറ്റ തെരഞ്ഞെടുപ്പ് വിജയിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിലും മത്സരിച്ച ഇടങ്ങളിലെല്ലാം അഭിമാനകരമായ പോരാട്ടം, പ്രത്യേകിച്ച് 2-ാം സ്ഥാനം നേടാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. കാരണം BJP-യുടെ സംഘടനാ സംവിധാനത്തിലെ ദൗർബല്യങ്ങളും BJP-ക്കുള്ള അടിസ്ഥാന വോട്ടിന്റെ ദൗർബല്യവും എല്ലാം മറികടന്നുകൊണ്ട് ശോഭാ മാജിക്കലാണ് സംഭവിക്കുന്നത് എന്നോർക്കണം. 2016-ൽ നിന്ന് 2019-ലേക്ക് വരുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയാണ്. 2019-ലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യാതൊരു സാധ്യതയും BJP-ക്ക് കൽപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അവിടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിറങ്ങിയാണ് ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലയുടെ വടക്കുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക്. അവിടെ വിജയിച്ചൊന്നുമില്ല, 3-ാം സ്ഥാനത്തേക്ക് പോയി. പക്ഷേ 2.25 ലക്ഷം വോട്ടോടുകൂടി ഒരു ത്രികോണ മത്സരം നടത്താൻ ആദ്യമായി ആറ്റിങ്ങൽ പോലെ ഒരു മണ്ഡലത്തിൽ, അത് കടുത്ത UDF LDF മത്സരം നടക്കുന്ന സ്ഥലമാണ്. LDF-ന് മേൽക്കൈ ഉണ്ടായിരുന്ന, അന്ന് മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത്
ശോഭാ സുരേന്ദ്രന് LDFന്റെ വോട്ടുകൾ പിടിക്കാൻ സാധിച്ചു, UDFന്റെയും കുറച്ച് വോട്ടുകൾ പിടിക്കാൻ സാധിച്ചു. മുൻപ് മത്സരിച്ച BJP സ്ഥാനാർത്ഥിയുടെ വോട്ട് ഷെയറിന്റെ 3 ഇരട്ടിയോളം ഒറ്റയടിക്ക് കുതിച്ചു പായാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. അതിൽ നിന്ന് ഊർജം കൊണ്ടുകൊണ്ടാണ് പിന്നീട് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അത് ആലപ്പുഴയിലാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പോലെ ഒരു സ്ഥലത്ത്, ആലപ്പുഴ ജില്ല പൊതുവെ BJPക്ക് ചരിത്രപരമായി ബാലികേറാമലയായിരുന്നു. പക്ഷേ ആലപ്പുഴ ജില്ലയുടെ പലയിടങ്ങളിലും BJP ആഴത്തിൽ വേര് പതിക്കുന്നു. ഇപ്പോൾ കായംകുളം മേഖല, മാവേലിക്കര മേഖല, ആലപ്പുഴ മേഖല, ഇവിടെ എല്ലാം തന്നെ BJPയുടെ സാന്നിധ്യത്തിന് വളരെ വലിയ ഒരു കൈത്താങ്ങുണ്ടാകുന്നു. അത് BJPയുടെ മൊത്തം വളർച്ചയ്ക്കൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രന്റെ ഒരു കൈവെപ്പ് അതിനകത്തുണ്ട്. അതുമാത്രമല്ല, അതിനിടയ്ക്ക് മറ്റ് തെരഞ്ഞെടുപ്പുകളിലും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. കഴക്കൂട്ടം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, 2ാം സ്ഥാനത്തെത്തുന്നു. അപ്പോൾ അവിടെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് നല്ല മത്സരം കാഴ്ചവെക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുന്നു. അപ്പം മത്സരിച്ച ഇടങ്ങളിലെല്ലാം തന്നെ ഒരു വിന്നബിൾ ആണ് എന്നൊരു പ്രതീതി, അല്ലെങ്കിൽ ഒന്നുകിൽ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി, അല്ലെങ്കിൽ ശക്തമായ പോരാട്ട പ്രതീതിയും 2ാം സ്ഥാനവും കൊണ്ട് തൃപ്തിപ്പെടുമ്പോഴും ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തി കേരളത്തിലെ BJP രാഷ്ട്രീയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് കേന്ദ്ര നേതൃത്വം. നമുക്കറിയാം, കേന്ദ്ര നേതൃത്വം ന്യൂട്രലാണ് അക്കാര്യത്തിൽ. ശോഭാ സുരേന്ദ്രനാകട്ടെ MT രമേശിന്റെ പേര് വരുന്നു, അദ്ദേഹത്തിനെ പരിഗണിക്കാവുന്നതേ ഉള്ളൂ. മത്സ്യം തെല്ലങ്കേരിയുടെ പേര് വരുന്നു, അദ്ദേഹം വലിയ സ്ഥാനങ്ങളിലേക്കൊന്നും വന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ പേര് വരുന്നു. ഇനി K സുരേന്ദ്രന് ഒരു ഊഴം കൂടെ കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം K സുരേന്ദ്രൻ BJPയുടെ വോട്ട് ഷെയർ ക്രമാനുഗതമായി കൂട്ടി. അവസാനം കഴിഞ്ഞ മാസം നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ട മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അത് സുരേന്ദ്രന്റെ ഒരു ഏക ഫെയിലിയറാണ്. പക്ഷെ സുരേന്ദ്രൻ തന്നെ വ്യക്തിപരമായി മത്സരിച്ച ഇടങ്ങളിൽ, ശബരിമല ഒരു പോരാട്ടം ഉണ്ടായിരുന്ന ഒരു സമയത്ത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലും പിന്നീട് കോന്നി നിയമസഭാ സെഗ്മെന്റിലും ഒക്കെ മത്സരിച്ച് അഭിമാനകരമായ നേട്ടം കൈവരിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ വയനാടിൽ മത്സരിച്ച് പരാജയപ്പെട്ടുവെങ്കിലും 1,20,000 വോട്ടുകൾ അദ്ദേഹത്തിന് അവിടെ സ്വാംശീകരിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ K സുരേന്ദ്രൻ തീരെ മോശമല്ല. അതുകൊണ്ട് K സുരേന്ദ്രനെ ഇപ്പോൾ മാറ്റി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് തന്നെ മാറ്റി പുതിയൊരു നേതൃത്വത്തെ പരീക്ഷിക്കാൻ BJP തയ്യാറാണോ? അതൊരു കാര്യം. 2, ശോഭാ സുരേന്ദ്രന് തന്നെ ചില നാക്കുപിഴ, അല്ലെങ്കിൽ വാക്കുകൾ, അല്ലെങ്കിൽ ചില പ്രവൃത്തികൾ, പ്രത്യേകിച്ച് വിവാദ ദല്ലാളായ നന്ദകുമാറുമായിട്ടൊക്കെയുള്ള ബന്ധം, ചില വിവാദ ഇടപാടുകൾ CPM നേതാക്കൾ EP ജയരാജനെ ഉൾപ്പെടെ BJPയിൽ എത്തിക്കാൻ വേണ്ടി പിന്നിൽ നിന്ന് ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വത്തിന്റെയോ വലിയ നേതാക്കളുടെയോ ഒരു സമ്മർദ്ദ ഫലമായിട്ടായിരിക്കും, അനുഗ്രഹാശിസകളോടെ ആയിരിക്കും നടത്തിയ ചരടുവലികൾ ഇതൊക്കെ പുറത്തായത്. ഗുണമാണോ ദോഷമാണോ എന്ന് കൃത്യമായി പറയാനാവാത്ത ഒരവസ്ഥ. അത് മാത്രമല്ല, ഈ സംഘടനാ ചുമതലയുള്ള BL സന്തോഷ് പോലെയുള്ള ആളുകളുമായി അത്ര സ്വരച്ചേർച്ചയില്ലാത്തൊരവസ്ഥയിലാണ്. അത് മാത്രമല്ല, ശോഭാ സുരേന്ദ്രനെ കേരളത്തിലെ സംഘടനാ നേതൃത്വത്തിൽ ആരും തന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല എന്ന അവസ്ഥ. അണികളുടെ വലിയ ഡാർലിംഗ് ആണ്. അതേസമയം നേതാക്കളുടെ മനസ്സിൽ എല്ലാവരും സംശയദൃഷ്ടിയോടുകൂടി കാണുന്ന ഒരാളാണ്. ഒരുപക്ഷെ എനിക്കൊരു നിരീക്ഷണമുണ്ട്, അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മമതാ ബാനർജി അനുഭവിച്ചിരുന്ന തിക്കുമുട്ടലാണ്, ബുദ്ധിമുട്ടാണ് ഇന്ന് BJPക്കുള്ളിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ അനുഭവിക്കുന്നത്. മമതയുടെ കൂടെ ആളുണ്ടായിരുന്നു. മമത ഒരു യുവ നേതാവായി വരികയാണ് ബംഗാളിൽ. മമതയുടെ കൂടെ ആളുണ്ട്, മമതയ്ക്ക് കൊടി പിടിക്കാൻ, കീജെ വിളിക്കാൻ ആളുണ്ട്. പക്ഷേ മമതാ ബാനർജിയുടെ ആ ഒരു മികവിനെ അംഗീകരിക്കാൻ ബംഗാളിലെ കോൺഗ്രസ് നേതൃത്വം വിസമ്മതിച്ചതുകൊണ്ടാണ് ബംഗാളിലെ കോൺഗ്രസ് പാർട്ടിക്ക് പിന്നീട് ഗതി പിടിക്കാനാവാതെ പോയത്. പിന്നീട് മമത പുറത്തുപോയി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി, മത്സരിച്ച് പരാജയപ്പെട്ടു, വീണ്ടും പരാജയപ്പെട്ടു, BJPയുമായി കൈകോർത്തു, പിന്നെ പിരിഞ്ഞു. അവസാനം മമത നേതൃത്വത്തിലെത്തി. അതുപോലെ തന്നെയാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ കാര്യവും. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ആന്ധ്രയിൽ കോൺഗ്രസിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടതെന്താണ്? ജഗൻമോഹൻ അവകാശപ്പെട്ട ഒരിടം അദ്ദേഹത്തിന് കൊടുക്കാൻ ആന്ധ്രയിലെ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കി പോയത്. അത്രയൊന്നും വലിയ ഒരു പോരാട്ടം ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന് കേരളത്തിൽ നിർവഹിക്കാനാവില്ല. കാരണം കേരളത്തിലെ BJPക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള ഒരു സംസ്ഥാനമാണ്. 25-26% മുസ്ലിം പോപ്പുലേഷനും 18% ക്രിസ്ത്യൻ പോപ്പുലേഷനും ഉള്ള ഇടത്ത് BJPക്ക് മുന്നോട്ട് പോകണമെങ്കിൽ BJPക്ക് ഒരു ഈഴവ മുഖം പ്രൊജക്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് എപ്പോഴും രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പലപ്പോഴും സാമുദായിക പരിഗണനകൾ പരിശോധിക്കാതെ, കേരളം പോലെ ഒരു സ്ഥലത്ത് പോലും ജാതി സമവാക്യങ്ങൾ പരിശോധിക്കാതെ, കണക്കിലെടുക്കാതെ ഒരിക്കലും മുന്നോട്ട് പോകാനാവില്ല. ശോഭാ സുരേന്ദ്രൻ
ആലപ്പുഴയിലേക്ക് പറന്നിറങ്ങിയപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഒരു ഈഴവ ഫേസാണ്. ഒരുപക്ഷെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശൻ പോലും ശോഭാ സുരേന്ദ്രന് വേണ്ടി പരസ്യമായി പ്രചരണം നടത്തി. അത് ഒരുപക്ഷെ BDJS ഗഡ് ഓഫിലായിരിക്കാം. അതുപോലെ ആറ്റിങ്ങിൽ വന്നപ്പോൾ എല്ലാവരുടെയും ഒരു പ്രതികരണം ഒരു ഈഴവ ഫേസാണ്, BJPയുടെ ഒരു ഈഴവ ഫേസാണ്, ഒരു പാൻ കേരള പ്രതിച്ഛായുള്ള, എവിടെ വേണമെങ്കിലും മത്സരിക്കാം, കാസർഗോഡ് മത്സരിക്കാം, കണ്ണൂർ മത്സരിക്കാം, പാലക്കാട് മത്സരിക്കാം, എവിടെയും BJPക്ക് ഫീൽഡ് ചെയ്യാവുന്ന രണ്ട് മുഖങ്ങളെ ഉള്ളൂ. അത് കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനുമാണ്. ഒരുപക്ഷെ വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിച്ചില്ലെന്നല്ല, അത് മാത്രമല്ല ആറ്റിങ്ങിൽ മത്സരിച്ചു. പക്ഷെ വളരെ കുറച്ച് മുഖങ്ങൾ മാത്രമേ ഉള്ളൂ. പാൻ കേരള ഫെയിൽ ശോഭയുടെ ഒന്നാണ്. അപ്പൊ ശോഭാ സുരേന്ദ്രന് ഈഴവ മുഖമാണ് എന്ന് പലരും കരുതുമ്പോൾ അങ്ങനെയല്ല. വിശ്വകർമ്മ സമുദായത്തിൽപ്പെടുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. പക്ഷെ വിശ്വകർമ്മ വിഭാഗത്തിന്റെ വലിയൊരു പങ്ക് ഇന്ന് BJPയുമായി ചേർന്ന് നിൽക്കുകയാണ്. ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ഗുഡ്വിൽ, ആ ഒരു ആശാരി സമൂഹത്തിന്റെ ഒക്കെ ഒരു ഗുഡ്വിൽ, ആ ഗുഡ്വിൽ നിർമ്മാണ കമ്മ്യൂണിറ്റികളാണ്. ആ ഗുഡ്വിൽ എന്ന് പറയുന്നത് BJPക്ക് ഒരു ഊർജം നൽകുന്ന ഒന്നാണ്. പക്ഷേ കേരളത്തിന്റെ 26-27% വരുന്ന സിംഗിൾ ലാർജസ്റ്റ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈഴവ വിഭാഗത്തിന്റെ പിന്തുണയിലാണ് CPM മുന്നോട്ട് പോകുന്നത്. പിണറായി വിജയൻ അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ LDF സംവിധാനത്തിന് തന്നെ അടിത്തട്ടെന്ന് പറയുന്നത് സോളിഡ് വോട്ട്സ് ഓഫ് ഈഴവ കമ്മ്യൂണിറ്റി. പക്ഷെ ആ കമ്മ്യൂണിറ്റിയുടെ വോട്ടിന്റെ ഒരു നല്ല പങ്ക് കോൺഗ്രസിലേക്കല്ല, മറിച്ച് BJPയിലേക്ക് തിരിയുന്നു. അത് നമ്മൾ ആലപ്പുഴയിൽ കണ്ടു. നമ്മളത് ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ആറ്റിങ്ങൽ തെരഞ്ഞെടുപ്പിലും കണ്ടു. അത് ശോഭാ ഇഫക്റ്റ് മാത്രമല്ല, അത് ഈഴവ ഇഫക്റ്റ് കൂടിയാണ്. ആ ഈഴവ കമ്മ്യൂണിറ്റിയെ തിരിച്ചു പിടിക്കുന്ന തിരക്കിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സമുന്നതരായ നേതാക്കൾ ഒരു പരിധിവരെ മുസ്ലിം പ്രീണനം ഒരു പരിധിവരെ കുറച്ചുകൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അത് പാണക്കാട് ഫാമിലിക്കെതിരെ പോലും ശ്രീ പിണറായി വിജയൻ നടത്തിയ ചില പ്രസ്താവനകളെ തലനാരിഴ കയറി പരിശോധിക്കുമ്പോൾ അവിടെ ഒരു ബാലൻസ് ആഗ്രഹിക്കുന്നു CPM ആഗ്രഹിച്ചത് ഈഴവ കമ്മ്യൂണിറ്റിയുടെ ട്രഡീഷണൽ പിൻബലവും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വർദ്ധിച്ചു വരുന്ന പിൻബലവും ഉണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ടതില്ല, മറ്റാരുമില്ല എങ്കിലും വീണ്ടും തുടർഭരണം സാധ്യമാകും എന്ന പ്രതീക്ഷ ഇപ്പൊ തെറ്റിയിരിക്കുന്നു. അപ്പൊ കേരളം ഒരു ഓപ്പൺ ഫീൽഡായി വന്നിരിക്കുന്നു. BJPക്ക് 19 നിയമസഭാ സെഗ്മെന്റിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒന്നിൽ 1-ാം സ്ഥാനം അല്ലെങ്കിൽ 2-ാം സ്ഥാനം. അപ്പൊ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൊണ്ടെത്തിക്കാൻ തക്ക പാൻ കേരള പ്രതിച്ഛായുള്ള ഒരു നേതാവുണ്ടെങ്കിൽ അത് ശോഭാ സുരേന്ദ്രനാണ്. മറ്റു നേതാക്കളുടെ പോരായ്മകൾ ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പോരായ്മകളൊന്നും അല്ല അവിടെ വിഷയം. പക്ഷെ ശോഭാ സുരേന്ദ്രന് അണികളെ ഇളക്കി മറിക്കാൻ കഴിയും എന്നത് നിസ്തർക്കമായ കാര്യമാണ്, വസ്തുതാപരവുമാണ്. അങ്ങനെയെങ്കിൽ BJP ആ ഒരു പരീക്ഷണം നടത്തുമോ? ഡൽഹിയിൽ പോയി തിരിച്ചു വന്നിരിക്കുന്നത് അമിത്ഷായുടെയും മോദിയുടെയും വ്യക്തമായ ഉറപ്പോടുകൂടിയാണോ? അങ്ങനെയെങ്കിൽ ഇനി പോരാട്ടത്തിന്റെ ദിനങ്ങൾ കാണാനാവുമോ? സുരേന്ദ്രൻ യോഗത്തിന് അവസാനമാവുകയാണോ? അതോ ഈ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രനെ കുറ്റം പറയാനാവില്ല, നല്ലൊരു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു കെ സുരേന്ദ്രൻ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം കെ സുരേന്ദ്രൻ കാര്യമായ അബദ്ധങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ പുതിയ പരീക്ഷണങ്ങളുടെ സമയമായി എന്ന് ചിന്തിക്കുന്നു. കോൺഗ്രസിനുള്ളിലും സമവാക്യങ്ങൾ മാറി മറിയുന്നു എന്നത് വാർത്തയായി. രമേശ് ചെന്നിത്തലയാണോ VD സതീശനാണോ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് UDF ജയിക്കുകയാണെങ്കിൽ പരിഗണിക്കപ്പെടേണ്ടത് എന്ന ചർച്ച കോൺഗ്രസിനുള്ളിൽ മുറുകുമ്പോൾ പിണറായിക്ക് ശേഷം ആര് എന്ന ചർച്ച ഒരുപക്ഷെ LDFൽ ഇനിയും തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാ പാർട്ടികളും പുതിയ നേതൃത്വത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. അതുകൊണ്ട് ഞാൻ BJP മാത്രമായി എടുത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ സാധ്യതകളെ വിലയിരുത്തി എന്ന് മാത്രം കരുതുക. നമസ്കാരം.